നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു പാലക്ക് പനീറുണ്ടാക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. കേരളത്തിൽ വളരെ കുറവായിട്ട് നമ്മളത് ഉപയോഗിക്കാറ് പോലുമില്ല. ഇതെന്താന്ന് പോലും അറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്കത് വെളിയിലേക്ക് എടുക്കാം. ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കഴിക്കണം കേട്ടോ. അത് ഭയങ്കര ഹെൽത്തി ഫുഡാണ്, എക്സലൻ്റ് ആണ്, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അതിൻ്റെ കളറ് വെച്ചിട്ട്. ഓക്കെ, എന്നാലും എന്താ പറയുക, അതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കെ, ഞാനിതൊന്നൊരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് എടുക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഓക്കെ, സിമ്പിളായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. പാലക്ക് പനീർ എന്നാണ് ഇതിന് നോർത്ത് ഇന്ത്യയിൽ പറയുന്നത് കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്, നല്ല രുചിയായിട്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഞാനിപ്പോൾ ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്യാം കേട്ടോ. ഇത് കാണുന്ന എത്ര പേര് നിങ്ങളത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നോർത്തിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാകും. നേരെ മറിച്ച് സൗത്തിൽ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒക്കെ പെട്ടെന്ന് നല്ല അവൈലബിൾ ആണ്. ഇപ്പോൾ ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ കൊച്ചിയിലൊക്കെയാണ്, പലയിടത്തും ഇപ്പോൾ ഉണ്ട്, കേരളത്തിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഈ നോർത്തിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കും അടുത്ത കുട്ടികൾക്കുമൊക്കെ അവർക്ക് ഇപ്പം വെക്കേഷനൊക്കെ കേരളത്തിലൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ അവർക്കൊരു വലിയൊരു ഭയങ്കര ടേസ്റ്റായിട്ടാണ് കുട്ടികൾ കഴിക്കുന്നതും. ഒരു പ്രത്യേകമായിട്ടുള്ള, അതായത് നമ്മൾ കഴിക്കുന്ന, അതായത് നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേ സ്പൈസിയാണ്. ഓക്കെ, അവർ ഈ എരിവ് കണ്ടമാനം അവർ ഉപയോഗിക്കാറുണ്ട്. നമ്മളെന്നാൽ കേരളത്തുകാർ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻസ് നമ്മളിപ്പം എരിവ് കണ്ടമാനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഉറപ്പായിട്ടും നമുക്ക് എന്താ വെച്ചാൽ ഒരു കാരണവശാലും നമുക്ക് സ്റ്റമക്കിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരില്ല. നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പം നമ്മൾ എന്തും ഇത് ചെയ്യണം. എന്താണെന്നറിയോ, നമ്മളുടെ ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഉറപ്പായിട്ടും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ ഉണ്ടെന്നൊക്കെ ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഈവൻ നമ്മളൊക്കെ വരുന്ന സമയത്തൊന്നും നമുക്ക് ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ പച്ച കളറുള്ള ഫുഡെന്നൊക്കെ പറയുമ്പോഴേ, പക്ഷെ നമുക്കറിയാം എന്താ പച്ചയായിട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കണം, വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നല്ല രീതിയിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട്, ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരു വലിയ 2-3 അല്ലി ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഐ എം വെരി ഹാപ്പി. ഇന്ന് ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് 100 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനതിന് വളരെ നന്ദിയുണ്ട്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 30 വീഡിയോ ഇട്ടു ഒരു മാസത്തിനുള്ളിൽ. പക്ഷേ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും എനിക്ക് സബ്സ്ക്രൈബ് ഒന്നുമില്ല. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ലൈക്ക് ചെയ്യണം. ഞാൻ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ കേരളത്തിലേക്ക് കുറേ അച്ചാറും അതും ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് ഞാൻ കുറേ നല്ല ഡിഷുകൾ ചെയ്യാം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഞാനിത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയാണ്. കുറച്ച് ഇഞ്ചി കേട്ടോ, വളരെ ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് വല്ല കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്നോട് പറയണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം, ഇതാണ് നമ്മുടെ ഹീറോ പനീർ.
നമ്മുടെ പനീറിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അതായത് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാനത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് നോക്കൂ. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ഏത് വലിപ്പത്തിലും കട്ട് ചെയ്യാം. ഇത് അത്യാവശ്യം എന്നാൽ ചെറുതാണെന്ന് വെച്ചാൽ ചെറുതല്ല, വലുതാണെന്ന് വെച്ചാൽ വലുതല്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ നമ്മൾ ഇത് ചെയ്ത് വെച്ചത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഞാൻ നമ്മുടെ പാലക്ക് ഞാൻ മിക്സിയിലിട്ട് അരിഞ്ഞു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരു തക്കാളി ഒരു 2 തക്കാളി, ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി ഞാൻ അരിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നെയ്യാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാരെ. നെയ്യിലാണ് ഞാൻ നെയ്യ് അത്യാവശ്യം നല്ലതായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ജീരകം ഇടാം. ഓക്കെ, ജീരകം നമുക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകമാണ് ഇതിനാദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം തന്നെ നമ്മുടെ സവോള ഞാൻ കണ്ടില്ലേ, വളരെ ചെറുതായിട്ട് കണ്ടില്ലേ ഞാൻ അരിഞ്ഞിരിക്കുന്ന, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. സ്ക്വയറിലൊന്നും അരിയരുത്, വളരെ ചെറുതായിട്ട് തരിതരിയായിട്ട് അരിയണം. ഓക്കെ, നമുക്ക് നല്ല ഇതായിട്ട് ഞാനിത് റോസ്റ്റ് ചെയ്യണം. നെയ്യിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ നല്ലതായിട്ട് റോസ്റ്റായി വന്നിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. ഓക്കെ, ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഒത്തിരി ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല, വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇത്തിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ടൊമാറ്റോ നമ്മൾ വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോയും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ശരിക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇത് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പാലക് പനീർ എന്നൊക്കെ പറയുന്ന സാധനം പല രീതികളിൽ ഒത്തിരി ടൈപ്പിൽ നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ്. ഞാനിപ്പോൾ ഈ ടൊമാറ്റോ ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്, മുളക് പൊടിക്കുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ കേരളത്തിലുള്ള, ഞാനൊരു കേരളത്തിൻ്റെ സ്റ്റൈലോട് കൂട്ടി ഇച്ചിരി സ്പൈസി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മെയിൻ ഒരു ഹീറോയെ നമ്മൾ ഒഴിച്ചു, നമ്മുടെ പാലക്കിനെ ഒഴിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ പാലക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇല വെന്തതാണ്. ഓക്കെ, അത് ഞാൻ ഇപ്പം നോക്കൂ, ഞാനിത് നോക്കൂ, അതിൻ്റെ കളർ നിങ്ങൾ നോക്കിക്കേ. വാ, എന്താ അതിൻ്റെ ഗ്രീൻ കളർ നിങ്ങൾ നോക്കിക്കേ. അതിപ്പോൾ നിങ്ങൾ നോക്കണം, ഇതൊരു പച്ച ഇലയല്ല, ഇത് നമ്മൾ വേവിച്ചിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒത്തിരി ഉണ്ടല്ലോ, ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി ഗരം മസാലയും കൂടി ഇടുക. ഒത്തിരി ഇടേണ്ട കാര്യമില്ല കൂട്ടുകാരെ, വളരെ കുറച്ചിടുക. ഞാൻ വേറൊരു കാര്യം വിട്ടുപോയി നിങ്ങളോട് പറയാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ നമ്മുടെ പാലക്ക് അരച്ചപ്പോൾ അതിനകത്തൊരു 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കരുത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിന് എരിവ് കണ്ടമാനം വേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ കേരള സ്റ്റൈലിലുള്ള ഞാനിത് ചെയ്തിരിക്കുന്നത്. അതായത് ഇനി നമുക്ക് നമ്മളുടെ പനീറും കൂടെ ആഡ് ചെയ്യാം. നോക്കൂ, വളരെ സിമ്പിളാണ്. അതായത് ഇതിനകത്ത് എരിവുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് ഇതിന് എരിവില്ല എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നോക്കൂ, അതിൻ്റെ പച്ച കളർ നോക്കിയേ, എന്താന്ന് നോക്ക്. വാ, ആ കളർ നിങ്ങൾ കാണുന്നില്ലേ? ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കറി നമ്മൾ ഉപയോഗിക്കുമ്പോഴേ, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ എപ്പോഴും വ്യത്യസ്തകൾ തപ്പി നടക്കുന്ന ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി യു മസ്റ്റ് ട്രൈ ദിസ് ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളത് ട്രൈ ചെയ്യണം. ഇനി നമുക്കൊന്ന് കുറച്ചുകൂടെ വെള്ളം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചിട്ട് അത് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കണ്ടമാനം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അമേസിങ് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും കൂട്ടുകാരെ നിങ്ങളിത് ട്രൈ ചെയ്യണം. ഓക്കെ, നോക്കൂ,
നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓ നമ്മുടെ പനീറൊക്കെ നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. ഓ പെട്ടെന്ന് പനീറൊക്കെ നമുക്ക് ഈ ആവിയായിട്ട് പെട്ടെന്ന് തന്നെ അത് വേഗം കേട്ടോ. ഒന്നും പെട്ടെന്നൊന്നും അല്ല ഒത്തിരി ടൈമൊന്നും വേണ്ട പനീറിനൊന്നും. ഇപ്പം നമ്മളിപ്പോൾ ഷാഹി പനീർ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇത് ശരിയാണ്. ഇനി നമ്മൾ ക്രീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്രീം ആഡ് ചെയ്യാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം നിങ്ങൾ നോക്കണം, അത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വലിയവർക്കും. നിങ്ങൾ നോക്കിയേ എന്താ നോക്കുക, അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നല്ല ടേസ്റ്റ്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം, ഞാൻ വെറുതെ പറയുകയല്ല. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഫുഡ് നമ്മുടെ സ്റ്റമക്കിനൊക്കെ എക്സലൻ്റാണ്, അതായത് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായി. നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.